വേനൽക്കാലം അടുത്തു വരുന്നു. നമ്മുടെ തൊടികളിലും മറ്റും ചപ്പുചവറുകൾ കൂടി വരുന്നു. അത് നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യാറുള്ളത്? കത്തിച്ച് കളയും അല്ലേ? ചോദിച്ചാൽ പറയും കത്തിച്ച ചാരം ചെടികൾക്ക് വളമാണെന്ന്. ഉണക്കപ്പുല്ലുകളും കരിയിലകളും ചെയ്യുന്ന സേവനം ആരറിയുന്നു? അവ ഭൂമിക്കുമേൽ പ്രകൃതി തീർത്ത ജൈവാവരണമാണ്. വേനലിൽ മണ്ണ് ഉണങ്ങാതിരിക്കാൻ, ഭൂമിയിലെ നനവ് വറ്റാതിരിക്കാൻ, മണ്ണിലെ അസംഖ്യം ജീവികൾ നശിക്കാതിരിക്കാൻ, അന്തരീക്ഷത്തിലേക്ക് പൊടി പടർന്നു കയറാതിരിക്കാൻ, കന്നിമഴയ്ക്ക് കിട്ടുന്ന ജലം ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത് ഭൂമിയെ കുടിപ്പിക്കാൻ, കിണറുകൾ വീണ്ടും നിറക്കാൻ, മണ്ണ് തണുപ്പിക്കാൻ, വൃക്ഷവേരുകൾക്ക് വെള്ളം ലഭ്യമാകാൻ. ഇവ തീയിട്ടാൽ എന്ത് സംഭവിക്കും? മണ്ണിൽ നേരിട്ട് സൂര്യപ്രകാശം പതിയും, ഭൂമി ചൂടാകും, നനവുകൾ വറ്റും, തോട്ടങ്ങളിൽ കൃഷി നശിക്കും. തോട്ടങ്ങളിൽ കൃഷിക്കും ചെടികൾക്കും അമിതമായി വെള്ളം ഒഴിക്കേണ്ടി വരും. ജലാശയങ്ങളിലെ വെള്ളം വറ്റും, കുടിവെള്ളം കുറയും, കുടിക്കാനില്ലാതെ നനയ്ക്കാനാവില്ല. അങ്ങനെ കൃഷി നശിക്കും. വീണ്ടും പഴയ അതേ ചോദ്യം, കത്തിച്ചാൽ ചാരം വളമാകില്ലേ? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ചെടി ശേഖരിക്കുന്ന എനർജിയുടെ വെറും 2% മാത്രമാണ് ചാരമാക്കിയാൽ നമുക്ക് വളമായി ലഭിക്കുന്നത്. അതേസമയം അത് കത്തിക്കാതെ ജൈവികമായി വീണടിയുകയാണെങ്കിൽ 100% എനർജിയും ഭൂമിയിലേക്ക് എത്തിപ്പെടും. മാത്രമല്ല, അവ കത്തിക്കുമ്പോൾ ബഹിർഗമിക്കുന്ന വിഷവാതകവും അവ പുറത്തുവിടുന്ന താപവും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെയും. ഏതാണ് ലാഭം? നിങ്ങൾ തന്നെ ചിന്തിക്കുക. മരം നടൽ മാത്രമല്ല, സസ്യ സംരക്ഷണവും നമ്മുടെ കർത്തവ്യമാണ്. മഴക്കാലത്ത് വെള്ളം റോഡിലേക്കൊഴുക്കി വിട്ട് വേനൽക്കാലത്ത് ആ വെള്ളത്തിനായി നമ്മൾ നെട്ടോട്ടമോടുന്നു. നമ്മുടെ തൊടിയിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറമേക്ക് ഒഴുക്കാതെ തൊടിയിൽ തടകെട്ടി താഴ്ത്തി നോക്കൂ, അത്ഭുതം സംഭവിക്കും. അതുകൊണ്ട് ഇനി മുതൽ ചവറുകൾ കത്തിക്കാതിരിക്കാനും മഴവെള്ളം ഒഴുക്കിക്കളയാതിരിക്കാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. നമ്മുടെ ഭൂമിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി. ഇനി മറ്റൊരു കാര്യം, ഈ വീഡിയോ നിങ്ങൾ വെറുതെ ലൈക്കടിച്ച് പോകാതിരിക്കുക. ഇത് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യണം. എത്രയോ സമയം നമ്മൾ പാഴാക്കി കളയുന്നു. ഈ ഒരു കാര്യം ചെയ്യാൻ അത്രയൊന്നും സമയം വേണ്ടല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.